ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന SSLC കഴിഞ്ഞ വിദ്യാർത്ഥിനികളെ ഇതൊക്കെയാണ് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ +1 അലോട്ട്മെന്റിന് ആദ്യം സീറ്റ് കിട്ടുന്നത് ആർക്കായിരിക്കും? അപ്പോൾ നിങ്ങൾ ചാടിക്കയറി ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, സർ +1 അലോട്ട്മെൻറ്റിൽ ആദ്യം സീറ്റ് കിട്ടുന്നത് SSLCയിൽ ഫുൾ A+ ഉള്ള കുട്ടികൾക്കല്ലേ? അല്ല, അതാണ് ഞാൻ അന്ന് ലൈവിലൊക്കെ പറഞ്ഞത്. ഫുൾ A+ കിട്ടിയിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്നൊന്നും യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട. നിങ്ങളറിയാത്ത ഒരുപാട് അഴിമതികൾ നമ്മുടെ ഈ അലോട്ട്മെൻറ്റ് സിസ്റ്റത്തിലുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. എത്രയെത്ര ഫുൾ A+ വാങ്ങിയാലും ശരി, അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഫുൾ A+ മാത്രം നോക്കിയിട്ടല്ല. പിന്നെ എന്ത് നോക്കിയിട്ടാണെന്നറിയോ? നിങ്ങൾക്ക് എന്ത് നോക്കിയിട്ടാണെന്നറിയോ? അതിൻ്റെ പേരാണ് WGPA. ഇതൊരു കോഡാണ്, ഇതൊരു പെർസെൻറ്റേജ് ആണ്. 10ൽ ഈ WGPA ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണിത്. ഈ WGPയിൽ ആരാണ് ഫസ്റ്റ് ഘടകം? അത് ഫുൾ A+ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം, ആ സ്കൂളിൽ നിന്ന് വീട് എത്രത്തോളം ദൂരമാണ്, നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങളുടെ ബ്ലോക്ക് ഏതാണ് വരുന്നത്, നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണ് കിടക്കുന്നത്, എല്ലാം നോക്കും. ഗ്രേസ് മാർക്ക് ഉണ്ടോ, ബോണസ് പോയിന്റ് കിട്ടാൻ അംഗീകൃതപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങളുടെ പ്രായം എന്ത്, വർഷം, നിങ്ങളുടെ ജനനം, മാസം, തീയതി എല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നത്? സീറ്റ് ലഭിക്കുന്നത്. അല്ലാതെ വെറും ഫുൾ A+ കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച കോഴ്സിന് കിട്ടുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട. MS പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇതിനെ ചോദിച്ചേക്കാം, സർ എന്തിനാണ് സർ ഞാൻ പഠിച്ചത്? എനിക്ക് ആ ഒരു സ്കൂളിൽ, ഇപ്പോൾ പലരും പറയാറുണ്ട്, കോഴിക്കോട് റഹ്മാനിയ എന്ന് പറയുന്ന സ്കൂളിൽ എനിക്ക് സീറ്റ് വേണം സർ, എനിക്ക് അവിടെ പഠിക്കണം, അവിടെ നല്ല റിസൾട്ടാണ്, ഞാൻ കൊടുവള്ളിയിലാണ്, ഒരു പിണ്ണാക്കും കിട്ടൂല. ആ റഹ്മാനിയ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട്, അവിടെയുള്ള കുട്ടികൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കൊടുവള്ളി കിടക്കുന്നത്. ആ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അത്രമേൽ സീറ്റുകളൊന്നും ആ സ്കൂളിൽ ഇല്ലതാനും. പിന്നെ പുറത്തുനിന്ന് നിങ്ങൾ കേൾക്കുന്ന റിസൾട്ട് കണ്ടിട്ട് ഉള്ളിലെ ക്ലാസ് ടോപ്പാണെന്നും വിചാരിക്കേണ്ട. അതൊക്കെ നിങ്ങൾ പോയി അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് ചോദിക്കുക. ഈ വർഷം +2 ഒക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളോട്, +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും, +1 പഠിച്ചു കഴിഞ്ഞ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും ചോദിക്കുക, എന്താണ് അവിടുത്തെ +1ൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് മാത്രം സ്കൂൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഈ കോഴിക്കോട് ജില്ലയിൽ പഠിക്കാൻ പറ്റിയൊരു സ്കൂൾ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. അത് 100% ആരൊക്കെ വന്ന് പറഞ്ഞാലും ശരി, ഈ കോഴിക്കോട് ജില്ലയിൽ നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സ്കൂൾ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അത് ഇനിയിപ്പോൾ പല ടീച്ചേഴ്സും ഇപ്പം എന്നെ വെറുത്തേക്കാം ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട്. പല സ്കൂളുകളിലും വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ എന്നെ വെറുത്തേക്കാം. പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളായാലും ശരി, എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും ശരി, അൺഎയ്ഡഡ് സ്കൂളുകളാണെങ്കിലും ശരി, ഈ കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു സ്കൂളില്ല എന്നത് ഏറ്റവും വലിയൊരു സത്യമാണ്. അത് കാലങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഒരു കാലടിക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളെക്കാൾ ഒരു വയസ്സ് കൂടിയവരോട് ചോദിച്ചാൽ മതി, ഒരു കുന്തവുമില്ല. ഓക്കെ, 1-2 സബ്ജക്റ്റൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷെ ബാക്കിയൊക്കെ സബ്ജക്റ്റിൻ്റെ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടികൾ താഴ്ന്നു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. പിന്നെ വെറുതെ യൂണിഫോം ഇട്ട് പോകുന്നവരുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന പല ട്യൂഷൻ സെൻ്ററുകളിലെയും കുട്ടികൾ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഓരോ സ്കൂളിൻ്റെയും ഉള്ളിൽ നടക്കുന്ന കോപ്രായങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എന്തൊരു സ്റ്റാൻഡേർഡാണ്, അവരുടെ യൂണിഫോം ഒന്ന് നോക്കിയേ, എന്താ രസം. പുറത്ത് നോക്കുമ്പോൾ നല്ല റിസൾട്ട്, എത്രയാ 34, 50, 60, 120 ഫുൾ A+ ചേമ്പാണ്, സീരിയസ്ലി ചേമ്പാണ്. അത് കുട്ടികളെ പറ്റിക്കുന്ന തരത്തിൽ ഉള്ളിൽ കിടക്കുന്ന അഴിമതികൾ മറച്ചു വെച്ചിട്ട് പുറത്തു നിന്ന് ചെയ്യുന്നത്. എന്തായാലും ശരി, നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾ പുറത്തു നിന്ന് കാണുന്ന വാക്കുകൾ കേട്ടിട്ട് മാത്രം നിങ്ങൾ വിലയിരുത്തരുത്. അനുഭവിച്ചവരോട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, യെസ്, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും WGPA എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ്, ആ പെർസെൻറ്റേജിലൂടെയാണ്, ആ ഒരു മാർക്കിലൂടെയാണ്, ആ ഒരു ആ ഒരു ഗണിതം, ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, അതിലൂടെയാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നത്. അത് എല്ലാവർക്കും സെയിം ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്തായാലും ശരി, ഫുൾ A+ കിട്ടിയത് കൊണ്ട് മാത്രം സീറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത്
ഫുൾ A+ കിട്ടാത്ത 6-7 A+ ഒക്കെ കിട്ടുന്ന കുട്ടികൾക്കൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ, എല്ലാ പഞ്ചായത്തും പോസ്റ്റ് ഓഫീസും എല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുക. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ് ഈ വിഷയങ്ങളിലൊക്കെ A+ ഉണ്ടെങ്കിൽ മാത്രമേ സയൻസിലേക്കുള്ളൊരു സ്റ്റെപ്പ് കിട്ടുള്ളൂ. നേരെ മറിച്ച് 9 A+ ഉണ്ട്, പക്ഷേ മാത്സിൽ A ഗ്രേഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ സീറ്റ് കിട്ടാൻ പ്രയാസമാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 9 A+ ഉണ്ടല്ലോ, എനിക്കെന്താ ബയോളജി സയൻസ് കിട്ടാത്തതെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരുപാട് നൂലാമാലകളിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ SSLC അല്ലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ, അത് +1 അലോട്ട്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാകും. ചെറുപ്പക്കാരി കണ്ടോളൂ. നിങ്ങൾ പഴയ കുട്ടികളോട് ചോദിച്ചോളൂ, പഴയ കുട്ടികളല്ല, കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ചോദിച്ചോളൂ, MS സൊല്യൂഷൻ പറയുന്നത് യാഥാർത്ഥ്യമാണോ? വെറുതെ +1 അലോട്ട്മെൻറ്റ് ഇഷ്യൂസ് ഇൻ കേരള എന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്കറിയാൻ പറ്റും കുട്ടികളുടെ കണ്ണീരുകൾ. അത് ആരൊക്കെ ഒപ്പിയിട്ടുണ്ട്, ആരൊക്കെ അത് മുതലാക്കിയിട്ടുണ്ട്, ആരൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കിക്കോളീൻ ചെറുപ്പക്കാരി. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.